ഇവിടെയുള്ള 10-15 കുടുംബങ്ങൾ ഒരുമിച്ച് വിചാരിച്ചാൽ ഈ ബാങ്കിലേക്ക് ആവശ്യമുള്ള ഡെപ്പോസിറ്റ് കാശ് നിഷ്പ്രയാസം കിട്ടും. തമാശ എന്താന്ന് വെച്ചാല് ഈ കുടുംബങ്ങൾ ഒരുമിക്കാറേയില്ല. മുഖത്തോട് മുഖം കണ്ടാ മുറുമുറുക്കും. ഇവിടുത്തെ പ്രധാനപ്പെട്ട കുടുംബങ്ങളെ പറ്റി പറയുമ്പോ ആദ്യം പറയേണ്ട മഹേശ്വരമ്മയെ പറ്റിയാ. പിന്നെ ഞാനിവിടെ വരാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പുതുതായി വന്ന ബാങ്ക് മാനേജർ ഓമനക്കുട്ടനുണ്ടല്ലോ, അയാൾ വെറും ഒരു ബാങ്ക് മാനേജർ അല്ല, അയാളെ ഒരു ബാങ്കാ. മതിലകത്ത് ശങ്കുണ്ണിമേനോന്ന് കേട്ടിട്ടുണ്ടോ? ഒരു 10-15 വർഷം മുമ്പ് അവരുടെ വീട്ടുവളപ്പിൽ ആനകൾ ഇങ്ങനെ മേയുമായിരുന്നു, ഒരുമാതിരി ആടും പശുവൊക്കെ മേയുന്ന പോലെ. ഇപ്പോഴും അവരുടെ പ്രതാപം എന്താ? അച്ഛനും അമ്മയ്ക്കും കൂടെ ആകെ ഒരേ ഒരു മകൻ. ഇയാള് വെറുതെ വീട്ടിലിരിക്കാൻ വയ്യാന്നും പറഞ്ഞാ ഈ ബാങ്ക് മാനേജറായിട്ട് നടക്കുന്നു. എന്റെ ഒരാളുടെ ഇൻട്രസ്റ്റ് കൊണ്ടാ ഓമനക്കുട്ടൻ ഇവിടെ വന്നു. അയാൾക്ക് വേണ്ട സഹായങ്ങൾ ഇവിടെ ചെയ്തു കൊടുത്താൽ എനിക്കൊരു 50 സെന്റ് സ്ഥലം സഹായ വിലയ്ക്ക് അയാളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ഓമനക്കുട്ടനെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുക. മിസ്റ്റർ ഓമനക്കുട്ടന് ഫാമിലി ഇല്ലേ? കല്യാണം കഴിക്കാതെ എങ്ങനെ ഫാമിലി ഉണ്ടാവുക? അയാളുടെ അച്ഛൻ പറഞ്ഞിട്ട് നല്ല ഒന്നാം തരം ഒരു ആലോചന ഞാൻ കൊണ്ടുവന്നതാ. കല്യാണം കഴിക്കേണ്ട സമയമാവുമ്പോ പറഞ്ഞോളാന്നാ ഓമനക്കുട്ടൻ പറഞ്ഞത്. അല്ല, അതിനുള്ള പ്രായമായിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. പിന്നെ കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് ഞാൻ ഈ പഞ്ചായത്ത് മെമ്പറാ. അപ്പൊ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. അയച്ചാണ് എന്നെ ഈ കാര്യം നിങ്ങളോട് പറയാൻ. നന്ദി. പിന്നെ വൈകിട്ട് പ്രസിഡന്റിന്റെ വീട്ടിൽ പോയിന്ന് കാണണം. ഈ നാട്ടിൽ വന്നെത്തുന്ന ആരും അദ്ദേഹത്തെ ചെന്ന് കാണുന്നൊരു വഴക്കമുണ്ട്, അത് തെറ്റിക്കണ്ട. അങ്ങനെ ആവട്ടെ. ഓമനക്കുട്ടൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ മഹിളാ സമാജം പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു. ദേ വന്നിരിക്കുന്നു. നമസ്കാരം. എനിക്ക് ഈ വഴി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ കരുതി കയറി ഒന്ന് പരിചയപ്പെടാമെന്ന്. വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആ സ്ഥലത്തെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ് പഴയ മാനേജർ പറഞ്ഞു. ഓഹോ, അകത്തേക്ക് വരൂ. ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ നല്ലവരാ. അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അവര് സ്നേഹിക്കുന്നതും ശിക്ഷിക്കുന്നതും സ്നേഹത്തിൽ കൂടെ ആണെന്ന് മാത്രം. എന്താ മിസ്റ്റർ ഓമനക്കുട്ടന് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്. പപ്പ, ഗുളിക കഴിക്കാൻ സമയമായി. മിസ്റ്റർ ഓമനക്കുട്ടൻ എന്താ കുടിക്കാൻ? ഒന്നും വേണ്ട. തണുത്ത എന്തെങ്കിലും? ഞാൻ ഇപ്പൊ ചായ കുടിച്ചതേ ഉള്ളൂ. ഒരാൾ വേണ്ടെന്ന് പറഞ്ഞാ പിന്നെ എന്തിനാ പപ്പ നിർബന്ധിക്കുന്നേ? എടി മൈസറട്ടെ, ഇങ്ങനാണോ സംസാരിക്കുന്നത്? വീട്ടിൽ പുതുതായിട്ട് ഒരാൾ വരുമ്പോ ഒന്നും വേണ്ടെന്ന് പറയുമ്പോ പിന്നെ നിർബന്ധിക്കേണ്ട കാര്യം എന്താ? ശരിയല്ലേ? അതെ. ഇവള് ഒരു പ്രത്യേക ടൈപ്പാ. മിസ്റ്റർ ഓമനക്കുട്ടൻ തെറ്റിദ്ധരിക്കണ്ട. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പപ്പ, ഷേക്ക് ഹാൻഡ്. ഓ, ക്ഷമിക്കണം, ഞാനൊരു പൊട്ടക്കണ്ണനാ കേട്ടോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നാട്ടുകാരെന്നെ ഈ പ്രസിഡന്റ് സ്ഥാനത്തൊന്നും മാറ്റാത്തത്. അത്രയ്ക്കും കുറച്ച് കണ്ടാ മതിയല്ലോ. പിന്നെ സമയം കിട്ടുമ്പോ മിസ്റ്റർ ഓമനക്കുട്ടൻ വരിക. ഞാനിവിടെ ഒറ്റയ്ക്കാ. നമുക്ക് എന്തെങ്കിലും നാട്ടുവർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. അതിന് പ്രത്യേകിച്ച് ഔപചാരികതയുടെ ആവശ്യമൊന്നുമില്ല. ശരി, എന്നാ ഞാൻ വരട്ടെ. പപ്പ, ഇതാ ഗുളിക. ഞാൻ പോയി ചെറുതനുസരിച്ച് വരെ. ഏയ്, ആ ഗേറ്റ് അടച്ചിട്ട് പോയേ. വരട്ടെ. നമ്മുടെ പരിധിയിൽ വെച്ച കളക്ഷൻ പോയോ? എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ജോയ്, മാനേജർ അകത്തുണ്ടല്ലോ. ഉണ്ടല്ലോ. നമസ്കാരം. എന്നെ മനസ്സിലായില്ലേ? ഓ, അറിയാം. താങ്ക് യു.
പിന്നെ അച്ഛന്റെ അമ്മയുടെയും പ്രത്യേകമായ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല. ഞാൻ മിസ്റ്റർ ഓമനക്കുട്ടന്റെ വീട് വരെ ഒന്ന് പോയി. എന്റെ വീട്ടിലോ? ആ, വീട്ടിലേക്കായിട്ടല്ല പോയത്, പക്ഷെ പോയതാ വഴിക്കായിരുന്നു. അവിടെ എത്തിയപ്പോ വീട് അന്വേഷിച്ചു. ശരി, അച്ഛനമ്മ ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി. സന്തോഷം. ആ, ഓമനക്കുട്ടന് തരാൻ വേണ്ടി അമ്മ 2-3 കുപ്പിയില് കടുമാങ്ങിയോ എണ്ണ കഴിച്ചതോ ഒക്കെ തന്നയച്ചിട്ടുണ്ട്. ബാങ്ക് ആയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. അപ്പോ വൈകുന്നേരം മറ്റേ വീട്ടിലേക്കൊന്ന് വരാമോ? വരാം. എന്റെ വീട് അറിയാമോ? അറിയാം. ഒരാഴ്ചയായാലേ നാട്ടിൽ വന്നിട്ട്. അല്ലെങ്കിൽ അവിടെ ആരോട് ചോദിച്ചാലും എന്റെ വീട് പറഞ്ഞുതരും. ശരി, ബാങ്കിൽ ജോലിയുള്ളതല്ലേ, ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ വരട്ടെ. പിന്നെ വൈകിട്ട് 6 മണിക്ക് ഞാൻ പ്രതീക്ഷിക്കും. വരട്ടെ. എന്തൊരു ഉഷ്ണമാടാ രാജപ്പാ. അപ്പച്ചി പ്രസിഡന്റ് ആയ പിന്നെ ഈ വഴിയൊക്കെ അങ്ങ് മറന്നുപോയി. ഒന്നും പറയണ്ട എന്റെ മക്കളെ. നമ്മുടെ സമാജത്തിൽ അടച്ചിടുന്ന തയ്യൽ ക്ലാസ് തുറക്കാനാ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവിന് തീരുമാനം. ഈ കാര്യം പറയാനായിട്ട് ഞാൻ പ്രസിഡന്റിനെ കണ്ടേച്ചു വരുവാ. അല്ല, ഇതാര്? ഇവൻ ആരോടാ ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഒന്നുമില്ലേലും നാത്തും തന്നെ ഭാഗ്യവതി. മോള് വീണ വായിക്കുന്ന കേട്ട് ആസ്വദിക്കാനുള്ള യോഗമെങ്കിലും ഉണ്ടല്ലോ. അവിടെ വീട്ടില് മോള് എപ്പോഴും പരാതിയാ, എന്നെ കിട്ടുന്നില്ല എന്നെ കിട്ടുന്നില്ല എന്ന്. അല്ല നാത്തൂനെ, ഇവിടെ വെച്ചിരുന്ന എന്റെ ഫോട്ടോ എന്തേ? ഏത്? ഞാൻ സമാജത്തിന്റെ പ്രസിഡന്റ് ആയപ്പോ എടുത്ത ഫോട്ടോ. നാത്തൂൻ എന്നെ മാലയിടുന്നത് എവിടെയാ അത്? അമ്മ നല്ല കക്ഷിയാ. അമ്മയുടെ നിങ്ങളല്ലേ പൊട്ടിയത്? ഈ അമ്മയ്ക്ക് ഒരു ഓർമ്മയില്ല. അമ്മയല്ലേ എന്നെ ഏൽപ്പിച്ചത് പ്രഭാകരന്റെ കടയിൽ കൊണ്ട് ചില്ല് മാറണമെന്ന്. ഓ, ഞാനത് മറന്നുപോയി. മക്കളെ, അത് ചില്ലിട്ടോണ്ടൊന്നാ എന്നോടൊന്ന് പറയണേ. എനിക്കത് വേണം. ആകെപ്പാടെ ഒന്നേ ഉള്ളൂ, അത് ഇവിടെ ആയിപ്പോയി. ശരി. പിന്നെ എന്തൊക്കെയുണ്ട് നാത്തൂനെ വിശേഷം? ഓ, എന്ത് വിശേഷം? എനിക്ക് കഴിഞ്ഞു കൂടുന്നു. കൊള്ളാം, നിങ്ങൾ കഴിയുന്നു. നിങ്ങളാണ് നേരെ ചൊവ്വെ ജീവിക്കുന്നത്. ഞാനിങ്ങനെ പൊതുപ്രവർത്തനവുമായി തേരാപാര നടക്കുക. എന്നാ ഞാൻ വരട്ടെ. വല്ലപ്പോഴൊക്കെ വീട്ടിലേക്ക് വാന്നേ. ലേപ്പാ, നീ എന്താ അങ്ങോട്ടൊന്നും വരാത്ത? വരണം കേട്ടോ. എനിക്ക് കളക്ടർ ഒന്ന് കേട്ടോ നാത്തൂനെ. തയ്യൽ ക്ലാസ് ഉദ്ഘാടനം ചെയ്യാൻ കളക്ടർ തന്നെ വേണമെന്നാ അവരുടെ തീരുമാനം. എന്റെ വരട്ടെ വരട്ടെ മക്കളെ. കള്ളി മുഴുവൻ അഭിനയമല്ലേ? ഓ, ഇവിടെ സിനിമയിൽ പോയിരുന്നെങ്കിൽ നല്ല നടിക്കുള്ള അവാർഡ് കിട്ടിയേ. നല്ല സഹനടിക്കുള്ള അവാർഡ് കിട്ടും. നല്ല നടിക്കുള്ള അവാർഡ് എന്റെ അമ്മയ്ക്ക് കിട്ടും. അതെന്താടാ അങ്ങനെ പറഞ്ഞു? ഫോട്ടോ എവിടെയെന്ന് കേട്ടപ്പോ എന്റെ അമ്മ ഉരുളക്കം. എന്റെ അമ്മച്ചി അവിടെയും രക്ഷിക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് എപ്പോഴും പറയും എന്നെ കൊണ്ടൊരു വായിക്കും കൊള്ളത്തില്ലെന്ന്. എടാ, അപ്പച്ചി വിളിച്ചൊക്കെ കൊള്ളാം, പക്ഷെ അവിടെ പോയാലുണ്ടല്ലോ എന്നെ തല്ലിക്കൊന്ന ഞാൻ പോകത്തില്ല. മമ്മി, ദേ ബാങ്കിലെ പുതിയ മാനേജർ എന്തോന്ന് വന്നിട്ടുണ്ട്. നീ അങ്ങോട്ടൊന്നും വരണ്ട, ഇവിടെ തന്നെ നിന്നോളൂ. ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. നല്ല കൃത്യനിഷ്ഠയാണല്ലോ. 6 അടിച്ചതും വന്നു കഴിഞ്ഞല്ലോ. 6 മണിക്ക് വരണമെന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് സമയം തെറ്റിക്കാതെ എത്തിയത്. അത് വേണ്ട സ്വഭാവമാ. എന്റെ വിജയം എന്താ? എനിക്ക് കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ വലിയ നിർബന്ധമാ. പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ മനുഷ്യന് പിന്നെ എന്ത് വലിയ. ഇരിക്കൂ പ്ലീസ്. വെജിറ്റേറിയൻ ആണല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാലും അതാ കൂടുതൽ ഇഷ്ടം. അല്ല, പുറത്തൊക്കെ പോയാൽ വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. ശരിയാ. അത് പറഞ്ഞപ്പോഴാ ഓർത്തെ. ഭക്ഷണമൊക്കെ എങ്ങനെയാ? ഞാനിവിടെ കവലയിലെ ഉപ്പാപ്പയുടെ കടയില്ലേ, അവിടെ തിരക്കിട്ടില്ല. എന്നാലും ഹോട്ടലിലെ ആഹാരം 2 ദിവസം അടുപ്പിച്ച് കഴിക്കുമ്പോൾ വാമടുക്കും. ഉച്ചക്ക് ഒരു നേരത്തെ ആഹാരം ഞാൻ കൊടുത്തയക്കാം. കൊടുത്തയക്കാന്ന് പറഞ്ഞാൽ ഇവിടേക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ ഏതായാലും 2 പേർക്കുള്ള ആഹാരം കൂടുതൽ കരുതി ഞാൻ ഉണ്ടാക്കും. കാരണം എപ്പോഴാണെങ്കിലും ഗസ്റ്റ് ഉണ്ടാകാമല്ലോ. പിന്നെ കൊണ്ടു തരുന്നതല്ലേ പ്രശ്നം. ഇവിടെ ഒരു വേലക്കാരനുണ്ട്. അവൻ ചുമ്മാ നിൽക്കുക, ഒരു ജോലിയും ഇല്ലാതെ. അവനില്ലെങ്കിൽ ഞാൻ കൊണ്ടുവരാം. ഇനി ഞാനോ അവനോ ഇല്ലെങ്കിൽ എന്റെ മോളുണ്ട്, അവൾ കൊണ്ടുതരും. അയ്യോ, അത് വേണ്ട. ഒന്നുമില്ലെന്നേ. ഇതിലൊന്നും ദുരഭിമാനം കാണുന്ന കൂട്ടത്തിലല്ല ഞങ്ങൾ. പിന്നെ എന്റെ മോളെ പരിചയപ്പെട്ടില്ലല്ലോ. ഒരു മിനിറ്റ്. ബിന്ദു. മോളു, മിസ്റ്റർ ഓമനക്കുട്ടൻ ബാങ്കിലെ പുതിയ മാനേജരാ. എന്റെ മോള് ബിന്ദു.
നമസ്തേ. ഹലോ. എന്തിനാ പഠിക്കുന്നത്? ആ അവള് BSc ഹോം സയൻസ് ഫൈനലാ. മോൾ അകത്തേക്ക് വെക്കൂ. അവൾ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. വീട്ടിൽ പരിചയമില്ലാത്ത ആരെങ്കിലും വന്നാ പിന്നെ അവളുടെ ഒച്ച എനക്ക് ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ പൊതുപ്രവർത്തനം അതും ഇതൊക്കെ ഉണ്ടെങ്കിലും എന്റെ മോളെ ഞാൻ ഈ രീതിയിലാണ് വളർത്തിയിരിക്കുന്നത്. അതല്ലേ നല്ല മിസ്റ്റർ ഓമനക്കുട്ടൻ? അതെ, അതാണ് നല്ലത്. വരൂ, നമുക്ക് അകത്തോട്ടിരിക്കാം. വന്നതിന് വേണ്ടി അല്പം കാപ്പി കുടിക്കാം. ഞാൻ സാധാരണ വൈകുന്നേരം ഒന്നും കഴിക്കാറില്ല. ഇതൊന്നും ഇല്ലല്ലോ. ഇരിക്കൂ. ആ. ഞാൻ ബാങ്കിൽ നിന്ന് നേരെ സമാജത്തിൽ പോയി. ഇപ്പൊ ഒന്ന് കയറിയതേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ലഡു വലിയ ഇഷ്ടമാണല്ലേ? ലഡു ഞാൻ കഴിക്കാറുണ്ട്. കഴിച്ചില്ലല്ലോ. കഴിക്കാം. പ്രസിഡന്റിനെ ഒക്കെ പോയി കണ്ടുന്നറിഞ്ഞു. അതെ, അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാൻ പോയി. നന്നായി. ഈ നാട്ടിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമുള്ളത് അദ്ദേഹത്തെ കുറിച്ച് മാത്രമാണ്. ആ ഹലുവ കഴിച്ചില്ലല്ലോ. നന്നായിരിക്കും. എനിക്കും ബാങ്കുമായിട്ട് ഒരു ചെറിയ ബന്ധമുണ്ട്. അറിഞ്ഞു കാണുമല്ലോ. അറിയാം, ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ. അതിന് പ്രത്യേകം ഞാൻ നന്ദി പറയണം. ഓ, ഇതിൽ നന്ദി പറയാൻ എന്തുണ്ട്? നമ്മുടെ ഈ കാശുണ്ടെങ്കിൽ സൂക്ഷിക്കാനുള്ള സ്ഥലമല്ലേ ബാങ്ക്. ദേ ഈ ജിലേബി ഒന്ന് കഴിച്ചു നോക്ക്. അയ്യോ മതി, അമ്മ കൊടുത്തയച്ച. ഓ, ഞാനതങ്ങ് മറന്നുപോയി. ഇപ്പൊ തരാം. ചാക്കോ, എന്തോ? ഇവിടെ വാ. ഞാൻ കൊണ്ടുവന്ന പാക്കറ്റ്സ് ഇല്ലേ, ഓ. എല്ലാം കൊണ്ടുപോയി സാറിന്റെ കാറിൽ എടുത്ത് വെക്കേ. സാറിന്റെ കാറില്? ഒരു മിനിറ്റ്, ഞാൻ ബിന്ദുനെ വിളിക്കാം. മോളോ, അല്ലെങ്കിൽ അവക്ക് പരാതിയായിരിക്കും. മോളു, ദേ ഓമനക്കുട്ടൻ ഇറങ്ങാണ്. ഞാൻ ഇറങ്ങട്ടെ? ഞങ്ങളുടെ സ്ഥലമൊക്കെ ഇഷ്ടമായോ? വന്നതല്ലേ. ആഹാ, എന്റെ ഭഗവാനെ, ഇന്ന് വെള്ളക്കാക്ക മലന്ന് പറക്കുമല്ലോ. കേട്ടോ ഓമനക്കുട്ട, ഇവളിങ്ങനെ ആരോടും മിണ്ടുന്നതല്ല. എന്താ മോളു, ഇന്ന് എന്ത് പറ്റി? ഇനിയും കാണാം. മോളു, ഓമനക്കുട്ടനെ പറ്റി മോളുടെ അഭിപ്രായം എന്താ? നല്ല പോലെ ഭക്ഷണം കഴിക്കും. മമ്മി പറയാനും അങ്ങേര് കഴിക്കാനും. നല്ല മിതമായ സംസാരം. ഒരു ഓമനക്കുട്ടൻ തന്നെയാ.